ഓം ശാന്തി. ഇന്ന് നമ്മൾ മണ്ഡലകാല തീർത്ഥാടനത്തിൽ 5-ാം പടിയിലേക്ക് കയറുകയാണ്. ഈ 5-ാമത്തെ ചുവടിൽ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെ അയ്യപ്പസ്വാമിയാക്കാം. അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറയുന്നത് ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും പുത്രനാണ്, ഹരിഹരസുതൻ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ജീവിതയാത്രയിൽ ഹരിഹരസുതനായി മാറണം. കാരണം എല്ലാ ആത്മസ്വരൂപങ്ങളുടെയും നാഥൻ പരമാത്മാ ശിവഭഗവാനാണ്. ശിവനർത്ഥം മഹാജ്യോതി. നമ്മൾ ആത്മജ്യോതി. എല്ലാ ആത്മബന്ധുക്കൾക്കും നാഥൻ പരംപിത പരമാത്മാ, വിശ്വനാഥൻ. മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളുടെയും നാഥൻ പരമ്പൊരുൾ പരമപ്രകാശമാണ്. നമ്മൾ ആത്മാവ് സ്നേഹപ്രകാശമാണ്. ഭഗവാൻ സ്നേഹത്തിൻ്റെ കടലാണ്. നമ്മൾ അറിവിൻ്റെ വെളിച്ചമാണ്. പരമാത്മാ ശിവഭഗവാൻ അറിവിൻ്റെ സൂര്യനാണ്. നമ്മൾ ശക്തിയുടെ വെളിച്ചമാണ്. പരമാത്മാ സർവശക്തിവാനാണ്. നമ്മൾ ആത്മാവ് ജ്യോതിയാണ്. പരമാത്മാവിൻ്റെ രൂപവും ജ്യോതി സ്വരൂപമാണ്. അപ്പോൾ ആത്മരൂപത്തിൽ നമ്മുടെ എല്ലാവരുടെയും മാതാവും പിതാവും അധ്യാപകനും ഗുരുവും നമ്മുടെ സ്വാമിയും സഖാവും സർവസ്വവും ആത്മനാഥൻ പരമ്പൊരുളാണ്. ആ പരമ്പൊരുളിനെയാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത്. ശിവനർത്ഥം മംഗളകാരി. സർവാത്മാക്കൾക്ക്, മുഴുവൻ വിശ്വത്തിലുള്ള സർവമാനവരാശിക്കും മംഗളം ചെയ്യുന്ന, സർവരുടെയും ദുഃഖത്തെ ഹരിക്കുന്ന ആൾ, സർവർക്കും സുഖം നൽകുന്ന ആൾ, അത് പരമാത്മാവാണ്. അപ്പം നമുക്ക് ആത്മീയമായൊരു ജീവിതം നമ്മുടെ സാധനയിൽ, ധ്യാനത്തിൽ, പ്രാർത്ഥനകളിലെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് കണക്റ്റഡ് ആകേണ്ടത് ഈ ലൈറ്റിന് ആ ലൈറ്റുമായിട്ടാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കണക്ഷൻ, അതിനാണ് യോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യോഗി ജീവിതം ജീവിക്കാൻ ആത്മബോധത്തിലിരുന്നുകൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ ആത്മാവിലെ ശക്തികളുടെ വെളിച്ചം നിറയും. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ പഴയ ഇരുട്ട്, കറുപ്പുകൾ, ശനിദോഷം കൊണ്ടുണ്ടാക്കിയ കറുപ്പ് നീക്കിയെടുക്കാനും കഴിയും. അതിനെയാണ് പറയുന്നത് ജന്മജന്മാന്തര പാപത്തെ ഭസ്മമാക്കാനും പരമാത്മാവിൻ്റെ ഓർമ്മ വേണം. ഇനിയൊരു ശനിദോഷത്തിൽ പോയി വിടാതിരിക്കാൻ, ഇനി ദോഷകരമായ ഒന്ന് ഇവിടെ കറുപ്പ് പിടിപ്പിക്കുന്ന തരത്തിലൊരു വികർമ്മം, തെറ്റ് ചെയ്യാതിരിക്കാനും ശക്തി വേണം. അതിന് നമുക്ക് സർവശക്തിവാൻ്റെ ഓർമ്മ, അവിടെയാണ് മെഡിറ്റേഷൻ്റെ പ്രാധാന്യം. ഇപ്രകാരം ആത്മബോധത്തിലിരുന്ന് പരമാത്മാവിനെ ഓർമ്മിക്കുന്ന യോഗവിദ്യയുടെ പേരാണ് രാജയോഗം. എന്നാൽ നമ്മളെല്ലാം കർമ്മയോഗികളാണ്. ഇരുന്നുള്ള ധ്യാനത്തിൽ നമുക്ക് പരമാത്മാവിനെ ഓർമ്മിക്കണം. കാരണം നമ്മൾ ശിവസുതന്മാരാണ്. പക്ഷേ കർമ്മക്ഷേത്രത്തിൽ നമ്മളെല്ലാം രാവിലെ മുതൽ ഓടി നടന്ന് കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വൈഷ്ണവരായി ജീവിക്കണം. അപ്പം നമ്മൾ വിഷ്ണുപുത്രന്മാരായിരിക്കണം. വൈഷ്ണവരർത്ഥം ദിവ്യ ഗുണങ്ങളുള്ളവർ, ഗുണവാന്മാരായിരിക്കണം. ഗുണഗണങ്ങൾ, നന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഗുണങ്ങളുടെ മാല ധരിച്ച് നമുക്ക് ജീവിതം ജീവിക്കേണ്ടതുണ്ട്. ഇന്നലെ നമ്മൾ 4-ാമത്തെ പടി കയറിയപ്പോൾ എല്ലാവരുടെയും ഗുണങ്ങളെ കാണണം, എല്ലാവരുടെയും ഗുണങ്ങൾ എഴുതണം. ആ പടിയിലാണല്ലോ കയറി നിൽക്കുന്നത്, അല്ലേ? അപ്പം ഇന്ന് നമുക്ക് ശൈവ വൈഷ്ണവ സന്തതിയായി അയ്യപ്പസ്വാമിയായി മാറാൻ മനസ്സുകൊണ്ട് നമുക്ക്, അല്ലേ, ആത്മബോധത്തിൽ ജീവിക്കുകയും പരമാത്മബോധത്തിൽ ജീവിക്കുകയും ധ്യാനത്തിൽ നമുക്ക് ഈ കോൺഷ്യസ് ഉയർത്തുന്നതിനോടൊപ്പം കർമ്മങ്ങളിൽ നമുക്ക് ഉണരേണ്ടത് നമ്മളെല്ലാം വൈഷ്ണവരാകണം. വൈഷ്ണവരർത്ഥം സദ്ഗുണങ്ങളുള്ളവരാകണം, ഗുണവാന്മാരാകണം. കർമ്മത്തിൽ കാണേണ്ടത് ഗുണങ്ങളാണ്. ഏത് ഗുണങ്ങൾ? ശാന്തത, സത്യത, സ്നേഹം, ക്ഷമ, അല്ലേ, പരസ്പര വിശ്വാസം, ബഹുമാനം, സഹനശീലത, മധുരത,
നമ്മുടെ വാക്കുകളിലെ പെരുമാറ്റത്തിൽ മര്യാദാപൂർവമായ പെരുമാറ്റം, ക്ഷമയോടുകൂടിയ നമ്മുടെ കാര്യവ്യവഹാരങ്ങൾ, അല്ലേ, സത്യത, ശുദ്ധി, ഈ ദിവ്യഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ കർമ്മത്തിലുണ്ടാവണം. നമ്മൾ പറയില്ല, നല്ല ആത്മാർത്ഥതയുള്ളവരാണ്, നല്ല സത്യസന്ധതയുള്ള ആളാണ്. ഒരു കൂലിപ്പണിക്കാരനെ വിളിച്ചാലും നമ്മൾ എന്താ ആഗ്രഹിക്കണേ? നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കണം. ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നാലും നമ്മൾ എന്താ ആഗ്രഹിക്കണേ? രുചിയുള്ള ഭക്ഷണം. രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കണേ അത് സ്നേഹത്തോടെ ഉണ്ടാക്കണം. ജോലിയായിട്ടുണ്ടാക്കിയാൽ അത് ഭക്ഷണമേ ആവുള്ളൂ. സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോഴേ അത് രുചിയുള്ള ഭക്ഷണമായിട്ട് മാറുള്ളൂ. അത് വിധിപൂർവ്വം ആത്മാർത്ഥതയോടെ ചെയ്യണം. അപ്പോൾ ഏത് ജോലിക്കായാലും, ഇന്നൊരു ഓഫീസിലാണെങ്കിലും, ഒരു ഫാക്ടറിയിലാണെങ്കിലും, ഒരു വീട്ടിലാണെങ്കിലും, ഒരു ജോലിക്കാരന് ഏത് പോസ്റ്റ്, ചെറിയ പോസ്റ്റിൽ നിന്ന് എത്ര വലിയ പദവി വരെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന പദവി വരെ നമ്മൾ നോക്കുമ്പോൾ ആരെ അന്വേഷിക്കണേ? ഗുണങ്ങളുടെ മാല ധരിച്ച ആളെയാണ് നോക്കണേ. വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ്, യോഗ്യത, പഠന യോഗ്യതകൾ ഒരു വിഷയമാണ്. അത് നമ്മുടെ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനാണ്. പക്ഷേ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനോടൊപ്പം നമുക്ക് ആത്മിക് ക്വാളിഫിക്കേഷൻ, നമ്മൾ മനുഷ്യൻ്റെ മാനുഷികത, ആ മാനുഷികത നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, ഓരോ ഗുണങ്ങളിലും നമ്മളിൽ നിറവ് വരുമ്പോൾ അതിനെയാണ് ദൈവീകത എന്ന് പറയണത്. കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ, ഭഗവാന്റെ മക്കളല്ലേ, ഹരിഹരസുതന്മാരാണ്. അപ്പോൾ ഈശ്വരനിലെ അതേ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടാകണം. അതാണ് അയ്യപ്പസ്വാമിയിൽ കാണുന്നത്. എല്ലാ കർമ്മങ്ങളിലും അത് കാണുന്നുണ്ട്. നോക്കൂ, അയ്യപ്പസ്വാമി അല്ല എത്ര വിപരീത സാഹചര്യങ്ങളെ നേരിടുന്നത്. കാട്ടിൽ പോയി പുലിപ്പാൽ കൊണ്ടുവരണം. എത്ര ചെറിയ കുട്ടി, പക്ഷേ ധൈര്യത്തോടു കൂടി പോയി. കുടുംബത്തിൽ എത്ര വലിയ വിപരീത സാഹചര്യം, സ്വന്തം അമ്മ പോലും അല്ലേ തനിക്ക് വിപരീതമായി തന്നോട് പെരുമാറിയപ്പോഴും അമ്മയോടുള്ള സ്നേഹം കുറയുന്നില്ല, ആത്മാർത്ഥത കുറയുന്നില്ല, അല്ലേ. അപ്പോൾ ആരെല്ലാം കൂട്ടുനിന്നോ അവരോടും വെറുപ്പില്ല. എത്ര വലിയ കൊള്ളക്കാരെ രാജ്യത്തുനിന്ന് ആ കൊള്ള സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കൊള്ള സ്വഭാവത്തെ മാറ്റാൻ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ടി അവിടെയും അയ്യപ്പസ്വാമി വാവരൻ പോലും തൻ്റെ ഫ്രണ്ടാക്കി മാറ്റി, ശത്രുവിനെ മിത്രമാക്കി മാറ്റി. ആ ക്വാളിറ്റി, ഗുണങ്ങൾ. അപ്പോൾ ഓരോ കർമ്മങ്ങളിലും നമുക്ക് വേണ്ടത് ഗുണങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 5ാമത്തെ പടി നമ്മളിന്ന് കയറുകയാണ്. നമ്മളെന്ത് ലക്ഷ്യം വയ്ക്കാൻ? നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട്, മനസ്സാണ് നമ്മുടെ അവസ്ഥ, കോൺഷ്യസ്നെസ്സിൽ എപ്പോഴും ആത്മബോധം, ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്, എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. ധ്യാനത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ വാക്കുകളിൽ, സംസാരത്തിൽ വിനയം ഉണ്ടായിരിക്കണം, മധുരതയുണ്ടാകണം. പിന്നെയോ കർമ്മങ്ങളിൽ എല്ലാ സദ്ഗുണം, ഏത് കർമ്മത്തിൽ ഏത് സദ്ഗുണം വേണോ ആ ഗുണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മൾ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഗുണവാനായിരിക്കണം. നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ പറയില്ലേ, ദേഷ്യം വന്നാൽ പോലും ഞാൻ മാല ഉരുവി വയ്ക്കട്ടെ, പിന്നെ പറയാം ഇതിനുള്ള മറുപടി, ഇപ്പം ഞാൻ പറയണില്ല. അപ്പോൾ നമുക്കറിയാം അയ്യപ്പസ്വാമിയായ ഒരു കടുത്ത വാക്ക് പറയാൻ പാടില്ല, മോശ വാക്ക് പറയാൻ പാടില്ല, മുഖം ദേഷ്യപ്പെടാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല. അപ്പോൾ ഓരോ പ്രവൃത്തിയിലും ഗുണവാനായിരിക്കണം. അതിനാണ് നമ്മൾ മാലയിടുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏത് മാലയിടാം? ഗുണങ്ങളുടെ മാല. ഒന്ന് നമുക്ക് നമ്മുടെ ഗുണങ്ങളെ എനിക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ഭഗവാനിലെ എല്ലാ ഗുണങ്ങളും ഈ ആത്മാവിലുണ്ട്. അപ്പോൾ ആത്മാവായി എനിക്ക് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഈ കണ്ണും കാതും നാവും എല്ലാം ഉപയോഗിച്ച് ഞാൻ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു അതിലെല്ലാം ഗുണങ്ങൾ കാണിക്കണം, കാണപ്പെടണം. അപ്പോൾ എത്രത്തോളം നമ്മൾ ഗുണവാന്മാരായി മാറുന്നു, നമുക്ക് തന്നെ ഒരു സ്വാഭിമാനം ഉണ്ടാവും. ഓരോ ഗുണങ്ങളും ഒരു മുത്തായി നമ്മുടെ കഴുത്തിലൊരു വലിയ മാല വന്ന് വീഴും. എത്ര ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ ഗുണങ്ങളെല്ലാം ചേർത്ത് ഗുണങ്ങളുടെ മാല നമുക്കണിയാം. ഇന്നലെ നമ്മൾ മറ്റുള്ളവരുടെ ഗുണങ്ങളെ കണ്ട് മറ്റുള്ളവരുടെ കഴുത്തിൽ മാല അണിയിച്ചു, ഗുണങ്ങളുടെ മാല. മറ്റുള്ളവരുടെ ഗുണങ്ങളും കാണുന്നത് ഞാനാ. അപ്പോൾ ആ ഗുണങ്ങളും കൂടെ എൻ്റെ ഉള്ളിൽ ആഡാവും.
അപ്പം എൻ്റെ മാലയുടെ വലിപ്പം കൂടും, മാലയുടെ നിരകൾ കൂടും. അപ്പോൾ എത്ര പേരുമായിട്ട് നമ്മൾ ഒരു ദിവസം ഇടപഴകുന്നു, എത്ര പേരുടെ ഗുണങ്ങളെ നമ്മൾ കാണുന്നു, എത്ര പ്ലസ്സുകൾ കാണുന്നു, അത്രയും പ്ലസ്സുകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതെല്ലാം ധരിക്കും, പതിയും. അപ്പം നമ്മുടെ മാലയിലെ നിരകളുടെ എണ്ണം, ചില നെക്ലസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ, നിര മാല. അപ്പോൾ ഒരു ദിവസം 10 ആളോട് 50 പേരോട് നമ്മൾ ഇടപഴകുകയാണെങ്കിൽ, ഓരോരുത്തരുടെയും നല്ലതിനെയും നമ്മൾ കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഗുണങ്ങളുടെ ഒരു വലിയ മാലകളുടെ നിര തന്നെ വന്ന് നിറയും. അത് തന്നെയാണ് പറയുന്നത് വൈഷ്ണവ ജീവിതം, ഗുണവാനായിട്ടുള്ള ജീവിതം. അതുകൊണ്ട് ഇന്ന് നമുക്ക് 5ാമത്തെ പടിയിലേക്ക് കയറാം. സങ്കല്പം രചിക്കാം. ഞാൻ ഹരിഹരസുതനാണ്. ജീവിതയാത്രയിലുടനീളം ഞാൻ ഹരിഹരസുതനായ അയ്യപ്പനെ പോലെ ജീവിക്കും. ഉള്ളുകൊണ്ട് എനിക്കെപ്പോഴും ഞാൻ ശിവസുതനാണെന്ന ഓർമ്മ. ആത്മസ്വരൂപമായ ഞാൻ ദ ലൈറ്റ്, ആത്മദീപം, ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ പരമപ്രകാശം ശിവഭഗവാന്റെ സന്താനമാണ്. പരമ്പൊരുൾ ജ്ഞാനസൂര്യൻ. ഭഗവാനിൽ നിന്ന് എനിക്കിപ്പോൾ ഈ മണ്ഡലകാലം ഭഗവാനാകുന്ന സൂര്യനുമായി അടുക്കാനുള്ള സമയമാണ്. ഭഗവാൻ എൻ്റെ അരികിലെത്തിയിരിക്കുകയാണ്. തിരിച്ചറിവിൻ്റെ വെളിച്ചവുമായി ഞാൻ ഉണർന്നു കഴിഞ്ഞു. ഭഗവത് സന്താനമാണെന്ന ഉണർവ്. പരമാത്മാ എൻ്റെ അച്ഛനാണ്, അമ്മയുമാണ്. നിത്യേന എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനുമാണ്. ശ്രേഷ്ഠ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സദ്ഗുരുവുമാണ്. ശരിയായ വഴിയിലൂടെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ്റെ കുടക്കീഴിലാണ് എൻ്റെ ജീവിതം. ഓരോ കർമ്മവും ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം സ്വാമിയെ, സർവബന്ധുവിനെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും. ഇനി കർമ്മങ്ങളിലുടനീളം ഞാൻ ദിവ്യഗുണധാരിയായ ശ്രീ അയ്യപ്പനെ പോലെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എന്നിൽ നിക്ഷിപ്തമായ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ സദ്ഗുണസമ്പന്നനായിരുന്നുകൊണ്ട് കർമ്മങ്ങളിലൂടെ ഞാൻ ഗുണങ്ങളെ കാണിക്കും, ഗുണവാനായിരിക്കും. ഏത് വിപരീത സാഹചര്യത്തിലും അയ്യപ്പസ്വാമി ചെയ്തതുപോലെ വിഘ്നങ്ങളെയും പ്രതിസന്ധികളെയും സമസ്യകളെയും തരണം ചെയ്യുമ്പോഴും ഗുണവാനായി ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യും. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യും. ഗുണങ്ങളാണ് എൻ്റെ ധർമ്മം. ഞാൻ ശാന്തസ്വരൂപമാണ്. ശാന്തതയാണ് എൻ്റെ സ്വധർമ്മം.
ശുദ്ധ ചൈതന്യമാണ് ഞാൻ. സത്യതയോടും ശുദ്ധിയോടും കൂടി ഓരോ കാര്യങ്ങളും നിറവേറ്റും. ശക്തിശാലിയായ ഒരു ഊർജമാണ് ഞാൻ. ജീവിത സാഹചര്യങ്ങളിൽ എന്തും ഏത് പ്രതിസന്ധികളെയും മനക്കരുത്തോടെ നേരിടും. സമാധാനപൂർണമായി പരിഹരിക്കും. സന്തോഷത്തെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. അങ്ങനെ മനസ്സുകൊണ്ട് സർവശക്തിവാൻ്റെ ഓർമ്മയിലും കർമ്മമണ്ഡലത്തിൽ ശ്രീ അയ്യപ്പസ്വാമിയെപ്പോലെ ദൈവിക ഗുണവാനായും സനാതനമായ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. ദിവസം മുഴുവൻ ഒരു ഹരിഹരസുതനായി ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകും. ആത്മീയമായി ശൈവനുമാണ്. കർമ്മക്ഷേത്രത്തിൽ ഞാൻ വൈഷ്ണവനുമാണ്. ഓം ശാന്തി.